അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു ബ്രെഡ് പിസ്സ ഓംലെറ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ഇത്. അതിന് ആദ്യമായി വേണ്ടത് 3 മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ച് വയ്ക്കാം. ഓംലെറ്റിന് വേണ്ടിയിട്ടാണിത്. ചെറിയൊരു ഓംലെറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ ചില്ലി പൗഡറും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യാം. ഇന്ന് നന്നായി മിക്സാക്കാം. ഒരു പാൻ വെച്ച് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഓംലെറ്റിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിക്കാം. അതൊന്ന് വെന്താൽ 3 കഷ്ണം ബ്രെഡ് നമുക്ക് ആഡ് ചെയ്യാം. 2 കഷ്ണം നേരെ ആയിട്ടും 1 കഷ്ണം ചെറുതായി മുറിച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ചെറിയ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ പാനാണെങ്കിൽ കൂടുതൽ കഷ്ണം ബ്രെഡ് ആഡ് ചെയ്യാം. 3 മുട്ടയ്ക്ക് പകരം 4 മുട്ടയും കൂടി ആഡ് ചെയ്യാം വലിയ പാനാണെങ്കിൽ. ഇപ്പോൾ അതിൻ്റെ ഗ്യാപ്പെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വെന്താൽ ഒന്ന് മറിച്ചിടാം. അതിന് മേലെ 2 ടേബിൾ സ്പൂൺ പിസ്സ സോസും കൂടി ആഡ് ചെയ്യാം. പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മേലെ 200 ഗ്രാം ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതുണ്ട്, അതൊന്ന് ആഡ് ചെയ്യാം. അതൊന്ന് നന്നായി വെക്കണം. അതിന് മേലെ കാപ്സിക്കം, ഒനിയൻ, തക്കാളി ഇതൊക്കെ നീളത്തിൽ മുറിച്ചതും കൂടി ആഡ് ചെയ്യാം. വീണ്ടും ചീസ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്യാം. അതിന് മേലെ 1 ടീസ്പൂൺ ഒറിഗാനോയും കൂടി വിതറാം. ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ ചീസൊക്കെ നന്നായി മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് സേവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ ബ്രെഡ് പിസ്സ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്കായിട്ടെല്ലാം ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്